പൊന്നരിവാള് കുലുകുലുക്കെ പൊന്നല്ലി കൊയ്യും പെണ്ണാളെ താത്ത് കൊയ്യടി താളത്തി കൊയ്യടി നേരമിത്തിരിയായടി എന്നെ കറമ്പുള്ള നീലക്കുറത്തി എണ്ണി കെട്ടടി കറ്റകൾ നേരെ കെട്ടടി നേരത്തി കെട്ടടി നേരമിത്തിരിയായടി പൊന്നരിവാള് കുലുകുലുക്കി പുന്നല്ലി കൊയ്യും പെണ്ണാളെ താത്ത് കൊയ്യടി താളത്തി കൊയ്യടി നേരമിത്തിരിയായടി ലലലാലേ 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 ലാലേ ലലലാലേ 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 ലാലേ ലലലാലേ 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 ലാലേ. ഹായ്, എല്ലാവർക്കും തക്ഷശില ചാനലിൻ്റെ നിലാവട്ടം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ തക്ഷശിലയുടെ ഈ പ്രോഗ്രാമിൽ പരിചയപ്പെടുന്നത് മറ്റാരുമല്ല, കാക്കാരിശ്ശി നാടകം എന്നുള്ള ഒരു പഴയ ജനകീയ കലയുടെ നാടൻ കലാരൂപത്തിലെ ഗായികയും അഭിനേതാവും ഒക്കെ ആയിരുന്ന നമ്മുടെ സരോജിനി ചേച്ചിയാണ് നമ്മളിന്ന് നിലാവട്ടം എന്നുള്ള പ്രോഗ്രാമിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓണം ഉഷാറല്ലേ? അപ്പോൾ ഓണമായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല. മോനൊക്കെ മരിച്ച് ഒരു മാസം എത്തിയില്ല. അവൻ്റെ മോനും മരിച്ച്, അങ്ങനെ 2 മക്കളും മരണപ്പെട്ട് ഒരു മാസമേ ആയുള്ളൂ. എങ്ങും പോകുന്നില്ല, ഓണമൊന്നും ഇല്ല. അങ്ങനെ വിഷമിച്ച് വീട്ടിലുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിന്ന് പരിപാടിക്ക് ആള് വന്ന് ഞാൻ പോയില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങളും മക്കളും ഇപ്പോഴും പ്രോഗ്രാമിന് ഇപ്പോഴും പോവാൻ തന്നെ ഇറങ്ങിയിരുന്ന് പോണില്ല. ഈ വർഷം ഓണം ആഘോഷം ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല, ഓണവും ഇല്ല, ഒന്നുമില്ല. ഞാനൊക്കെ ഗാനമേളയിൽ പാടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതുവഴിയൊക്കെ പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചേച്ചിയുടെ പാട്ടുകളൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട് ഒരുപാട്. ഞാൻ കാക്കാരിശ്ശി നാടകത്തിലും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ്. അത് ഒത്തിരി വർഷമായി. ഇപ്പം പിന്നെ ഏതെങ്കിലും ട്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ടോ? അവരോടായിട്ട് പോകുന്നുണ്ടോ? അതെ, സ്വന്തമായിട്ടാണ്? അങ്ങനെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ നമ്മുടെ വെള്ളാഞ്ചിറ ചിറ മുതൽ അങ്ങ് ഇവിടെ നിന്ന് ഒത്തിരി ദൂരെ സ്കൂളിൻ്റെ അതുവരെയും വയലുണ്ടായിരുന്നു. നമ്മുടെ പണ്ട് ഈ വരമ്പത്തൂടെയൊക്കെ കളിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ശരി, അപ്പം ആ ഒരു പഴയ ഓർമ്മയൊക്കെ അങ്ങനെ ആയിക്കട്ടെ. അപ്പോൾ ഒരു പഴയ ഒരു പാട്ട് പാടാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഞങ്ങളെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഉള്ള കാലത്ത് അവർ പാടത്ത് പോയി കൊയ്യാൻ പോയി നെല്ല് കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് കലത്തിയിട്ട് വറുത്ത് നമ്മൾ ഇടിച്ച് അതിനെ കഞ്ഞി വെച്ച് തന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലം ആയിരുന്നു. ഈ ചിറയുടെ അവിടെ നിന്ന് കൂളിൻ്റെ അതുവരെയും തന്നെ വയലായിരുന്നു. അപ്പോൾ ആ വയലിൽ നിന്ന് ഞങ്ങൾ കൊയ്തുകൊണ്ട് വന്ന് അച്ഛനും അമ്മയും നെല്ല് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊയ്ത് പാറ്റി പുറക്കി വറുത്ത് ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് തന്ന കാലം ഉണ്ടായിരുന്നു. കാവമ്പുറത്തമ്പലത്തിൽ പാട്ടല്ലേടിയെ കേൾക്കണത്, നേരം വേളത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കാൻ പൊന്നാരേ, നേരം വേളത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്കാൻ പൊന്നാരേ, ഉഴുതു മാറിച്ചൊരു കണ്ടത്തിൽ വിത്ത് വിതയ്ക്കേണ്ടേ, വിത്ത് വിതച്ചാലേ ഞാറു മുളയ്ക്കുള്ളൂ, ഞാറു മുളച്ചാലേ പുല്ല് പറിക്കേണ്ടേ, പുല്ലു പറിച്ചാലേ നെല്ലു വളരുള്ളൂ, നെല്ലു വളർന്നാലേ കൊയ്തു മറിക്കാലോ, കൊയ്തു മറിച്ചാലേ നല്ലത് കിട്ടുമല്ലോ, നല്ല നെല്ല് കിട്ടിയാലേ പുഴുങ്ങി ഉണക്കാലോ, പുഴുങ്ങി ഉണക്കാലേ നല്ലരി കിട്ടുമല്ലോ, നല്ല ചോറുണ്ടിട്ട് നമുക്ക് തുള്ളി കളിക്കേണ്ടേ, എന്നെന്നും നമ്മുടെ ഉള്ളിൽ സന്തോഷമല്ലേടി, ലാലല്ലല്ല ലാലല്ലല്ലേ ലാലല്ലല്ലേ ലാലല്ലേ ലാലാലേ ലാലല്ലല്ലേ. നമ്മുടെ ഈ വെള്ളാഞ്ചിറ ഒരു പഴയ ഒരു കാക്കാരിശ്ശി ട്രൂപ്പ് ഉണ്ടായിരുന്നു, സമിതി, കാക്കാരിശ്ശി നാടകം കളിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്? നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാമോ? ഓർമ്മയുണ്ട്, പറയും. ഞാൻ കൊച്ചുനാളിലെ പോയ കഥയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ പാട്ടൊന്നും മറന്നില്ല. ആശാന്മാരില്ല, എന്നാലും ഈ ചവയിൽ ഞാൻ പോവും, പാട്ടൊക്കെ പാടാൻ പോവും.
നാടകത്തിന്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ ഈ കാക്കാരിശി നാടകത്തിൽ ആശാനാണ് കളരി ആശാനാണോ അതെ കാക്കാരിശിയുടെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആരായിരുന്നു അന്ന് എൻ്റെ ആങ്ങള് പേര് അപ്പു അപ്പു മരിച്ച ശേഷം പിന്നെ പോയിട്ടില്ല പ്രോഗ്രാമിനൊന്നും പോയിട്ടില്ല കാക്കാരിശി നാടകം അതോടെ അത് അങ്ങ് നിർത്തി. എത്ര വർഷത്തിന് മുമ്പായിരുന്നു ഈ കാക്കാരിശി? 4 വർഷം കഴിയും നിർത്തിയിട്ട്. എന്നാലും പാട്ടുകളൊന്നും കളഞ്ഞില്ല. പാട്ടുകളും കളികളൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞ ആശായി. അപ്പോഴേ ചേച്ചി ഈ അന്ന് പഴയ കാലത്ത് കാക്കാരിശി നാടകത്തിൽ പാടുമായിരുന്നല്ലോ, അതിലുണ്ടായിരുന്ന പാട്ട് ഓർമ്മയുണ്ടോ? അതൊന്ന് പാടാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? കാക്കാൻ്റെ പാട്ട് അത് പാടി. അതാണ് പാമ്പമ്പളെ തുമ്പയിലമ്പോലമ്പോടാണിഞ്ഞൊരു കാക്കാൻ, പാമ്പമ്പളെ തുമ്പയിലമ്പോലമ്പോടാണിഞ്ഞൊരു കാക്കാൻ, ഗോതമ്പൊന്തിനെ കരിഞ്ഞേ തിന്നു വളർന്നൊരു കാക്ക, താരിക്കം താരികതിത്തേ സങ്കന്നാരൂപസംഭോ, താരിക്കം സാരികതിത്തേ സങ്കന്നാരൂപസംഭോ, ഗോതമ്പൊന്തിനെ കരിഞ്ഞേ തിന്നു വളർന്നൊരു കാക്കാൻ, തകതകതകതീതകതകതയോന്തീത്തോങ്കതീതകതകതേ താങ്കുതക്കോ താരിങ്കീണത്തോ തമ്പുരാ. എന്തോടാക്കാൻ അടിയൻ്റെ കാക്കാത്തിമാരെ താൻ തന്നെ അങ്ങ് വിളിച്ചേരാ, തമ്പുരാൻ കൂടെ കൂടി വയ്ക്കണേ. അത് കാക്കാൻ തന്നെ അങ്ങ് വിളിച്ചേരാ. ആട് പാമ്പേ തെളുന്നു തെളുന്നാട് പാമ്പേ, നെഞ്ചും പാമ്പേ കുമേരി മേൽ കൊഞ്ചും പാമ്പേ, ആടുപാമ്പേ ദേ പോലാടുപാമ്പേ പാമ്പേ, ആനുന്ന പത്തി വിരിത്താട് പാമ്പേ, പാട്ടാമില്ലാതെ നിന്നങ്ങാടു പാമ്പേ പാമ്പേ, മുട്ടയും പാലുമക ഞാൻ തരുക, അത്തി മരത്തിലെ മുട്ടയുമിട്ടേ പാമ്പേ, അലുമരത്തിലെ കുഞ്ചും വിരിച്ചേ, ആട് പാമ്പേ തെളുന്നു തെളുന്നാട് പാമ്പേ. അയ്യയ്യയ്യയ്യയ്യേ അരച്ചരച്ച് കയറണല്ലോ തമ്പുരാ. ഓ തമ്പുരാൻ കൂടെ ഒന്നുകൂടെ കൂടി വയ്ക്കണേ. ഓ കാക്കാര് തന്നെ അങ്ങ് ശർമ്മിച്ചു തരാം. ഈ സരോജിനി എന്നാണ് പേര്, വേറൊരു പേരുണ്ട്. ഞാൻ വിളിക്കണോണ്ട് വേറെ വിഷമൊന്നും അങ്ങനെ വിളിച്ചാലേ അറിയാവൂ. അങ്ങനെ അറിയാവുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനും ഇവിടെ വന്ന് തിരക്കിയപ്പം ഇങ്ങനെ ഉമ്മത്താൻ എന്ന് പറയണ ഇങ്ങനെയാണ് ചെറിയപ്പം അപ്പോൾ പറഞ്ഞ് എനിക്ക് ഈ പേര് ഇപ്പോഴാണ് അറിയാന്നുള്ളത്, സരോജിനി എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് കൊച്ചിലേ ഉള്ള, ബാക്കി എഴുത്തുത്തിലൊക്കെ സരോജിനി, വിളിക്കുന്നത് ഉമ്മത്താൻ. അടിപൊളി. കുറേ സമയമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചേച്ചി ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ ഇവിടെ ഇരിക്കുന്നത്? ഇല്ല, എൻ്റെ ആളുകളൊക്കെ ഈ വരുമ്പേ വരും. അങ്ങനെ നോക്കിയിരിക്കും. പിള്ളേരൊക്കെ ഉണ്ട് ഊട് വെട്ടുന്ന പറഞ്ഞാൽ നമ്മളറിയുന്ന പിള്ളേരെയൊക്കെ നോക്കിയിരിക്കണം. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. പിള്ളേരെ കണ്ട് അതൊരു വിഷമം അങ്ങ് പോകും. അതൊരു സന്തോഷം. സന്തോഷം. കാല ഓർമ്മകളും. ഉമ്മായി കൊച്ചാണ്ട് പാണം കത്തണമ്മ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ, വയറ് കത്തിയാലേ എൻ്റെ കുടലു കത്തണമ്മ, കടൻ കടഞ്ഞിട്ട് ചെയ്തോ പോണം വളർത്തണമ്മ, അത്തം കഴിഞ്ഞാലേ ഓണൻ വരുന്നുണ്ട്, എമ്പിളി നാളായി കൊച്ചൻ കുഞ്ഞ് പറയാറില്ലേ. മക്കളെ ഓണമല്ലേ, മക്കളൊക്കെ വന്നാ? മുത്തശ്ശിയെ കാണാൻ വന്നാ? മക്കളെ നിങ്ങൾ ഇപ്പോഴും വന്നേ ഉള്ള? അപ്പോ ഓണക്കോടി കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി മാറിയില്ലേ? അപ്പൊ ഓണക്കോടി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. വലിയ ആഘോഷങ്ങളില്ലെങ്കിലും ഇവരെ പ്രതീക്ഷയാണ് ഇത്രയും നേരം ഇരുന്നല്ലേ?
അപ്പോൾ നമ്മൾ പഴയകാല കലാകാരി പാട്ടുകാരി കാക്കാരിശ് നാടകത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ സ്വന്തം കലാകാരി സരോജിനി എന്ന് പറയുന്ന ഉമ്മത്താൻ എന്ന് പറയുന്ന ചേച്ചിയെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ വർഷത്തെ തക്ഷശിലയുടെ ഓണം നമ്മൾ ചേച്ചിയുടെ കൂടെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഓണാശംസകൾ, ഒരു ഓണപ്പാട്ടും കൂടെ ആവാം. ആ, ഓണം വന്നല്ലോ നല്ലൊരു ഓണം വരുന്നേ, ഓണക്കാലത്ത് ഞങ്ങൾ വന്ത് കളിക്കാൻ ഊഞ്ഞാലാടാ നമുക്ക് തുമ്പിരിക്കണ്ടേ. ഓണം വന്നല്ലോ നല്ലൊരു ഓണം വരുന്നേ, ഓണക്കാലത്ത് ഞങ്ങൾ തുമ്പിരുന്ന നള്ളല് തുള്ളല് കാണണ്ടേ, ഞങ്ങൾ കുരവയിടണ്ടേ. ഒന്നാം തുമ്പിയും 60 മക്കളും പോയി മിടത്തറ തുമ്പിതുള്ള തുമ്പിക്കരമ്പല ചെമ്പല പോടൊരു തുമ്പി തുരമ്മല പൊന്നോല ആടിവ തുമ്പി അലഞ്ഞുവ തുമ്പി ആനക്കഴുത്ത് മലറിവ തുമ്പി. ഒന്നാം തുമ്പിയും 60 മക്കളും പോയി മിടത്തറ തുമ്പിതുള്ള തുമ്പിക്കരമ്പല ചെമ്പല പോടൊരു തുമ്പി തുടമ്മല പൊന്നോല ആടിവ തുമ്പി അലഞ്ഞുവ തുമ്പി ആനക്കഴുത്ത് മലറിവ തുമ്പി. അല്ല പിന്നെ. അപ്പോൾ തക്ഷശിലയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തക്ഷശില കലാഗ്രാമത്തിൻ്റെയും തക്ഷശില ചാനലിൻ്റെയും നിലാവട്ടം എന്നുള്ള പ്രോഗ്രാമിൻ്റെയും ആങ്കറായ എൻ്റെയും 1000 ഓണാശംസകൾ. ഹാപ്പി ഓണം.